ഇപ്പം തന്നെ അത് ചുളുക്കി കൂട്ടി ചീത്തയാക്കണേ എൻ്റെ മോൻ. എൻ്റെ പുന്നാര മോൻ ഇപ്പം തന്നെ ഷീറ്റൊക്കെ ചുളുക്കി കൂട്ടി ചീത്തയാക്കണം. ചീത്തയാക്കോ? അപ്പം എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ ഷീറ്റ് വിരിച്ചാൽ അപ്പം കയറി അവൻ ചുളുക്കി കൂട്ടും. അവൻ അല്ലെങ്കിൽ തൃപ്തി വരില്ല കേട്ടോ. പാവം. കളിച്ചോട്ടെ, അവിടെ ഇരുന്ന് കളിച്ചോ മമ്മയുടെ പൊന്ന്. മമ്മയുടെ പൊന്ന് അവിടെ ഇരുന്ന് കളിച്ചോ കളിച്ചോ. മറ്റേ പച്ച പോളം എന്തി പൊന്നു? ക്യാരറ്റൊക്കെ എന്തി? ക്യാരറ്റ് കാണാനില്ലല്ലോ പൊന്നിൻ്റെ. ഓ, ഒന്നിങ്ങനെ ആലോചിച്ച് കിടക്കണേ. ഭയങ്കര ആലോചനകളൊക്കെ ആണല്ലോ. ഹോട്ടലിൻ്റെ അടിയിലാണ്. ദീപക്ക് വരട്ടെ, മമ്മി ചൂല് കൊണ്ട് എടുത്ത് അത് കഴുകിത്തരാം കേട്ടാ. അവിടെ കിടന്നോ. അച്ഛൻ്റെ അടുത്ത് കിടക്കുന്നു. എന്നിട്ട് അച്ഛനെ തോണ്ടുന്നു കേട്ടോ തടവാൻ. കണ്ടോ തോണ്ടി വിളിക്കുന്ന കണ്ടോ കൈ കണ്ടോ. തോണ്ടി വിളിക്കുന്നു. അവന് തടവി കൊടുക്കണം ഉറങ്ങണമെങ്കിൽ. 4 മണിയായി എന്നിട്ടും എണീക്കുന്നില്ല കേട്ടോ. കണ്ടോ, കെട്ടിപ്പിടിച്ച് കൈയും കൊണ്ട് കെട്ടിപ്പിടിച്ച് അച്ഛനടുത്ത് കിടക്കുന്നു. കണ്ടോ പിന്നെയും തോണ്ടുന്നു. കടന്നു പൊന്നു കടന്നു നമ്മുടെ പൊന്നു കടന്നോ. ഇത് കണ്ടോ കൈ വലിച്ച് പിടിക്കണ കണ്ടോ. തടവാനാണ്, അവന് ഉറങ്ങണം. തടവി കൊടുത്താലേ ഉറങ്ങുള്ളൂ. അതിന് വേണ്ടി ഇത് കണ്ടോ. അയ്യോ തലയൊക്കെ പൊക്കി കൊടുക്കുന്നു. കണ്ടോ എന്തോ ഇങ്ങനെ ക്ഷീണം. 4 മണിയായിട്ട് എണീക്കണില്ലല്ലോ. തടവി തരണോ? എന്തോ ക്ഷീണം പൊന്നിനി ഇങ്ങനെ. വിളിച്ചേ. ആ, അച്ഛൻ പല്ലൊക്കെ എടുത്തിട്ട് കിടക്കണ വേദനയായിരിക്കും. വിളിച്ചേ കൈ കൊണ്ട് വിളിച്ചേ. ഇപ്പൊക്കെ കണ്ടോ കടപ്പൊക്കെ കണ്ടോ കടപ്പൊക്കെ. ഇത് കണ്ടോ വിളിക്കണോ. എണീറ്റിരുന്ന വിളിക്കുന്നത് കണ്ടോ. ഇത് കണ്ടോ. എണീറ്റിരുന്ന് വിളിക്കുന്നതാണ് തടവാൻ. എനിക്ക് വയ്യ ഇവനെ കൊണ്ട്. അടുത്തൊക്കെ ടോയ്സ് ഉണ്ട് കിടക്കുന്നിടത്തൊക്കെ. അതില്ലാത്ത അത് വിട്ടുള്ള കളിയൊന്നുമില്ല. ഒന്ന് കിടക്കുന്ന കണ്ടോ. ഈ കയ്യിൽ തലയൊക്കെ വച്ച് മമ്മിയുടെ അടിയിൽ എല്ലാവരുടെയും ചെല്ലക്കുടന്ത ചക്കര മോൻ. കിടപ്പ് കണ്ടോ. ഇത് കണ്ടോ. അച്ഛയുടെ കൂടെ തലകണിയൊക്കെ വെച്ച് കിടപ്പ് കണ്ടോ കിടപ്പ്. കിടന്നോ. ആരോ വർത്താനം പറയുന്നു. സൗണ്ട് ഇല്ല പൊന്നവള്. ദേ ഇവിടെ കർട്ടനൊക്കെ ഇട്ടിക്കണം. പുതിയ വാടകക്കാർ വരുമ്പോൾ അങ്ങനെ നോക്കാൻ പാടില്ല. കർട്ടനൊക്കെ ഇട്ടേക്കുന്നത് കണ്ടോ. അവളില്ല, പോയി. ഇപ്പോഴും എൻ്റെ വിചാരം അവളവിടെ ഉണ്ടെന്നാ കേട്ടോ. ഇല്ല പൊന്നാ, ഇല്ലമ്മ അവിടെ ഇല്ല അവള്. ബാ, അവരൊക്കെ പോയി. ആരുമില്ല. മോന് മമ്മിയുണ്ട്, ഡാഡിയുണ്ട്, ചേച്ചിയുണ്ട്, ചേട്ടനുണ്ട്. പോരെ. അവരൊക്കെ പോയിരുന്നാൽ എന്താണ്? അവർ ഇന്നല്ലെങ്കിൽ നാളെ പോകേണ്ട ആൾക്കാരല്ലേ പൊന്നു. ഇവിടെ തന്നെ താമസിക്കാൻ പറ്റുമോ അവർക്ക്? എൻ്റെ പൊന്നിന് എല്ലാവരും ഇല്ലേ. പോണം ഓടണം കണ്ടോ. നോക്കുന്നത് കണ്ടോ. ഒക്കെയാണ് ഇവൻ്റെ വേല കണ്ടോ. ആരാ വരുന്നത്? വണ്ടി വരുന്നോ? വേസ്റ്റ് വണ്ടി വരുന്നോ? അങ്കിള് വന്നോ? വേസ്റ്റ് എടുക്കാൻ അങ്കിള് വന്നോ? ആ ശരി മമ്മി ഉണ്ട് ഇവിടെ. അങ്കിള് വരികയാണോ വേസ്റ്റ് എടുക്കാൻ? നല്ല തണുത്ത കാറ്റുണ്ട് പൊന്നു. ഞങ്ങളൊന്ന് രാവിലെ ടെറസിലൊന്ന് നടക്കാൻ വന്നതാ കേട്ടോ. ഇത് കണ്ടോ. ചെല്ലും നോക്കും അവൻ. ആരാണ്? വണ്ടി വന്നോ? വേസ്റ്റ് എടുക്കാൻ വണ്ടി വന്നോ പൊന്ന? അവിടെ ഇടയ്ക്കിടയ്ക്ക് നോക്കണ്ട. അവളില്ല. അവിടെയൊക്കെ പുതിയ വാടകക്കാർ വന്നു. നമ്മളങ്ങനെ നോക്കാൻ പാടില്ല. പുതിയ വാടകക്കാർ വരുമ്പോൾ നോക്കാൻ പാടില്ല. അവർ വേറെ ചിന്തിക്കും എപ്പോഴെപ്പോഴും നോക്കുമ്പോൾ. നീ ബുള്ളറ്റിനെ നോക്കുകയാണ്, ഞാൻ ബുള്ളറ്റിനെ നോക്കുകയാണെന്ന് അവർ വിചാരിക്കൂല. അവർ വേറെ എന്തെങ്കിലും വിചാരിക്കുക എപ്പോഴെപ്പോഴും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കേട്ടോ. എപ്പോഴെപ്പോഴും അങ്ങനെ ഒരു വീട്ടിൽ നോക്കാൻ പാടില്ല പിന്നെ. പുതിയ വാടകക്കാർക്കറിയാമോ നീ ബുള്ളറ്റിനെയാണോ നോക്കുന്നത്, മമ്മി ബുള്ളറ്റിനെയാണോ നോക്കണമെന്ന്? എന്തോ നോക്കി ഇങ്ങനെ നിൽക്കണം.
ഓ ദീപക്ക് വന്നോ അവിടെ വന്നോ ദീപക്ക് അടിക്കാൻ വന്നോ? ആ ദീപക്കിനെ നോക്കുന്നതാണോ പൊന്ന്? ദീപക്കിനെ നോക്കുന്നതാണോ? വന്നുണ്ടോ? ദീപക്ക് അടിച്ചുമായിരുന്നു അവിടെ പുതിയ ആൾക്കാർ വന്നു. അതോ ഈ ഒച്ച എടുക്കണത് പുതിയ ആൾക്കാരെ കണ്ടിട്ടാട്ടോ ഒച്ച എടുക്കണത്. കണ്ടോ അവരടച്ചത് വാതിൽ. ആ ആൻറ്റിക്ക് സത്തത്ത ആ അതേ അവർ പറയുന്നു നിന്നെ വിളിക്കുന്നെന്ന്. ആ പയ്യനോട് പറയുന്നു, ആ കൊച്ചിനോട് നിന്നെ വിളിക്കുന്നു. കണ്ടോ രാവിലെ ചെന്ന് എല്ലാവരോടും വർത്താനോ. തിരിഞ്ഞു നോക്കുന്നു ആ കൊച്ചു വന്നോ ഇല്ലേ എന്ന് ജനലിൽ തിരിഞ്ഞു നോക്കുന്നു. അതിൻ്റെ അമ്മ ജനൽ തുറന്നതും രാവിലെ ഒരു തണുത്ത കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ ഇങ്ങോട്ട് കയറി വന്നു കേട്ടോ. അവന് മൂത്രം ഒഴിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. അവനൊന്ന് ഇവിടെ ദേ ആ ചേട്ടാ ദേ ചേട്ടാ നിന്നെ നോക്കാൻ വന്നേക്കുന്ന ഇതാരാണ്? ഡാ ആഹാ വണ്ടി ഇതേ. ആ അതേ എവിടെയൊക്കെയാണ് കയറി നിൽക്കുന്നത്. ആ വേസ്റ്റ് വണ്ടി വന്നതാണ്. വേസ്റ്റ് എടുക്കാൻ അങ്കിള് വന്നു. വേസ്റ്റ് എടുക്കാൻ. ദേ എല്ലാം ഇങ്ങനെ നോക്കുന്നവൻ. വന്നോ അങ്കിള് വന്നോ? ദേ ഇവിടെ നിന്നെ ആ ചേട്ടൻ വിളിക്കണുണ്ടായി ബാവുന്ന്. അതിൻ്റെ ഇടയ്ക്ക് പോവല്ലേ? അതിൻ്റെ ഇടയിലൊന്നും പോവാൻ നിൽക്കല്ലേ? ചേട്ടൻ എവിടെ? ആ ചേട്ടൻ നിന്നെ വിളിച്ചല്ലോ പോന്ന് സ്കൂബിന്ന്. സ്കൂബിന്ന് വിളിച്ചല്ലോ. എവിടെ? അങ്കിള് എടുക്കാൻ വന്നോ? വേസ്റ്റ് എടുക്കാൻ വന്നോ? എവിടെ? ആ സ്കൂബിന്ന് വിളിച്ചോ ചേട്ടൻ വിളിച്ചോ പൊന്നിനെ? വിളിച്ചപ്പോൾ നീ എന്താ പോവാത്തെ? ഉറക്കത്തിൽ നിന്ന് വന്ന് വിളിച്ചതാണ് നിന്നെ സ്കൂബിന്ന്. കണ്ടോ കയറി നിൽക്കുന്ന ടൈപ്പൊക്കെ കണ്ടോ നോക്കി. ആ കൊച്ചിനെ നോക്കുന്ന ആ വീട്ടുകാരെ നോക്കുന്നേ, ഇങ്ങോട്ട് നോക്കുന്നു. ദീപക്ക് ദേ അവിടെ നിന്ന് അടിച്ചു വാരണുണ്ട്. അങ്കിൾ അവിടെ നിൽപ്പുണ്ട് വേസ്റ്റ് എടുക്കാൻ. കാലു നിൽപ്പുണ്ട്, വലിയ കാലു കണ്ടില്ലേ? അതാണ് എത്തി നോക്കുന്നത്. എല്ലാവരെയും കാണണം അവന്. ഇല്ലവൻ വാ പോവാം, പിന്നെ വരാം കേട്ടാ, പിന്നെ വരാം. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. പിന്നെ വരാം പൊക്കോ, പിന്നെ വരാം പൊക്കോ. വിടണ്ടേ? അയ്യോ സന്തോഷമാണോ പൊന്നിന്? ചേട്ടൻ വിടണ്ടേ? ടാറ്റ ടാറ്റ വിടണ്ടേ? ചേട്ടനെ ഓഫീസിൽ വിടണ്ടേ? പതിവ് പോലെ ഓഫീസിൽ വിടണ്ടേ? ആഹാ ചേട്ടൻ ഇവിടെ. ആ സെറ്റിയൊക്കെ ഏതായാലും ആ സെറ്റിയൊക്കെ നശിഞ്ഞ് കിടക്കുന്ന. വേറെ ഒന്നും മേടിക്കാനും പറ്റൂല നിന്നെ കാരണം. നശിഞ്ഞ് ആകെ ഇതായിട്ട് കിടക്കണം. ചേട്ടൻ സിറപ്പ് കുടിക്കേ. ചേട്ടാ മോൻ നേരത്തെ പോണം. മോനിപ്പോൾ തിരക്കാണ് ബാങ്കിൽ. ടാറ്റ പറ. ആ ടാറ്റ പറ ചേട്ടന് ടാറ്റ പറ. വാ ശരി. ചാടണ്ട അതേ ചേട്ടൻ പോകുന്നു. ചാടണ്ട ശരി. പാവം ഇങ്ങനെ പിറകെ നടക്കും എൻ്റെ കൊച്ച്. ആ ശരി. ടാറ്റ. ചേട്ടന് ധൃതിയാണ് മോനെ. ടാറ്റ. ചേച്ചിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മമ്മ. ഇനി ചിക്കനൊക്കെയാണ് പൊന്നിന്. ചേച്ചി ഇന്നുണ്ട്. പിന്നെ ചേച്ചി ഇന്നുണ്ടേ. തരാട്ടോ. അയ്യോ ഒരു പാവമായിട്ട് എൻ്റെ പൊന്നിരിക്കണത്. തണിക്കട്ടേട്ട ഫുഡ് തണിക്കട്ടേട്ട തരാൻ പൊന്ന്. മമ്മി ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. തരാം. കൊടുക്കുന്നു. താടിക്ക് കൈയൊക്കെ കൊടുത്തുള്ള കിടപ്പ് കണ്ടില്ലേ പൊന്നിൻ്റെ? കിടപ്പ് കണ്ടില്ലേ? കണ്ടില്ലേ? അവിടെ കിടന്നിട്ട ഇപ്പം തരാം അമ്മ. അപ്പോൾ ഫ്രണ്ട്സ് അവൻ റൂം മാറ്റി പിടിച്ചു കേട്ടോ. എന്താണെന്നറിയാമോ? ബെഡ്റൂമിൽ 2 ലേബേഴ്സ്, ബാത്റൂമിൻ്റെ ഡോറൊക്കെ ശരിയാകും. 2 ബാത്റൂമിൻ്റെയും ഡോറ് അതിന് ഇത് പിടിക്കുന്ന പിടിയൊക്കെ ഇളകിപ്പോയി. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് തടിപ്പണി ഇവിടെ ഉണ്ട് കേട്ടോ.
അപ്പോൾ അതിന് വേണ്ടി അവിടെ മേസ്തിരികളുണ്ട്, അവനെ ഞാൻ ഈ റൂമിൽ കൊണ്ടുവന്നിട്ട് അവർക്കൊക്കെ പേടിയാട്ടോ. ഇവനൊന്നും ചെയ്യില്ല, പക്ഷെ അവർക്ക് പേടിയാണ്. അത് കാരണം അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെയൊക്കെ ബലം മാത്രമേ ഉള്ളൂ എൻ്റെ ഊർജ്ജവും. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷനും എൻ്റെ വീഡിയോസും എല്ലാം നിങ്ങളെ അടുത്ത് വരും കേട്ടോ, നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നാളെ ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.